ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷമേത്? ഉത്തരം 1969 ജൂലൈ 20. ചന്ദ്രനിൽ ആദ്യമായി കാൽ കുത്തിയ മനുഷ്യനാര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ്ങിന് ശേഷം ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി? ഉത്തരം ബസ് ഓൾഡ്രിൻ. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ച ബഹിരാകാശ പേടകമേത്? ഉത്തരം അപ്പോളോ 11. അപ്പോളോ 11 ദൗത്യത്തിൻ്റെ പങ്കാളിയായിരുന്നിട്ടും ചന്ദ്രനിൽ ഇറങ്ങാൻ കഴിയാതെ പേടകത്തിൽ തന്നെ തുടരേണ്ടി വന്ന മൂന്നാമത്തെ യാത്രികൻ ആരാണ്? ഉത്തരം മൈക്കൽ കോളിൻസ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയ പേടകത്തിൻ്റെ പേരെന്തായിരുന്നു? ഉത്തരം ഈഗിൾ. ചന്ദ്രനിൽ കാൽ കുത്തിയപ്പോൾ നീൽ ആംസ്ട്രോങ് പറഞ്ഞ പ്രശസ്തമായ വാക്കുകൾ എന്തായിരുന്നു? ഉത്തരം മനുഷ്യന് ഇതൊരു ചെറിയ ചുവടുവെപ്പ്, എന്നാൽ മനുഷ്യരാശിക്ക് ഇതൊരു വൻ കുതിച്ചുചാട്ടം. ദാറ്റ്സ് വൺ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ, വൺ ജയന്റ് ലീപ്പ് ഫോർ മാൻകൈൻഡ്. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം? ഉത്തരം സെലനോളജി. ചന്ദ്രൻ ഓരോ വർഷവും ഭൂമിയിൽ നിന്ന് എത്ര സെൻറ്റിമീറ്റർ വീതമാണ് അകന്നു പോകുന്നത്? ഉത്തരം ഏകദേശം 3.8 സെൻറ്റിമീറ്റർ. ഭൂമിയുടെ ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹമേത്? ഉത്തരം ചന്ദ്രൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ 1. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി പേടകം ഇറക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമേത്? ഉത്തരം ഇന്ത്യ, ചന്ദ്രയാൻ 3 ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത് എന്ന്? ഇന്ത്യയിൽ ഇത് ഏത് ദിനമായി ആഘോഷിക്കുന്നു? ഉത്തരം ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കുന്നു. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസം ഏതാണ്? ഉത്തരം സൂര്യഗ്രഹണം. ചന്ദ്രനിലെ പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയമെത്ര? ഉത്തരം 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ പേടകമിറക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഉത്തരം 4. ചന്ദ്രയാൻ 3 പേടകം ഇറക്കിയ ചന്ദ്രനിലെ ആ പ്രത്യേക സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേര്? ഉത്തരം ശിവശക്തി പോയിന്റ്. അന്തരീക്ഷം ഇല്ലാത്തതിനാൽ ചന്ദ്രനിൽ നിന്നുള്ള ആകാശം എപ്പോഴും ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ഉത്തരം കറുപ്പ് നിറത്തിൽ. ചന്ദ്രനിൽ വെച്ച് കളിച്ച ഒരേ ഒരു കായിക വിനോദമേത്? ഉത്തരം ഗോൾഫ്. അപ്പോളോ 14 ദൗത്യത്തിനിടയിൽ ചന്ദ്രനിൽ ആദ്യമായി കാൽ കുത്തിയ നീൽ ആംസ്ട്രോങ് അവിടെ എത്ര സമയം ചെലവഴിച്ചു? ഏകദേശം 2 മണിക്കൂറും 31 മിനിറ്റും. ചന്ദ്രനിലേക്ക് അയക്കപ്പെട്ട ആദ്യത്തെ ജീവി ഏതാണ്? ഉത്തരം ലൈക്ക എന്ന നായ. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഭൗമികമായി അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു മനുഷ്യൻ ആരാണ്? ഉത്തരം യൂജിൻ ഷൂമേക്കർ. ബഹിരാകാശ സഞ്ചാരം നടത്തിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ശുഭാൻശു ശുക്ല, ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ. ചന്ദ്രനിൽ മനുഷ്യൻ അവസാനമായി ഇറങ്ങിയ വർഷം ഏതാണ്?
ഏത് ദൗത്യത്തിലൂടെയായിരുന്നു? ഉത്തരം 1972 ഡിസംബറിൽ നാസയുടെ അപ്പോളോ 17 ദൗത്യത്തിലൂടെ. ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തിയ രാജ്യമേതാണ്? ഉത്തരം ഇന്ത്യ. ചന്ദ്രയാൻ 1 ദൗത്യത്തിലെ മൂൺ മിനറോളജി മാപ്പർ എന്ന ഉപകരണം വഴി. ചന്ദ്രൻ്റെ അന്തരീക്ഷത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം ലൂണാർ എക്സോസ്ഫിയർ. അപ്പോളോ എന്നത് ഏത് പുരാണത്തിലെ സൂര്യദേവൻ്റെ പേരാണ്? ഉത്തരം ഗ്രീക്ക് പുരാണം. ചന്ദ്രനിൽ ഭൂകമ്പത്തിന് പറയുന്ന പേര്? ഉത്തരം മൂൺക്വേക്സ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ആദ്യമായി മൃദുവായി ഇറങ്ങിയ പേടകമേത്? ഉത്തരം സോവിയറ്റ് യൂണിയൻ്റെ ലൂണ 9. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസത്തെ പൂർണ്ണചന്ദ്രനെ വിളിക്കുന്ന പേര്? ഉത്തരം സൂപ്പർ മൂൺ. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ശരാശരി ദൂരം എത്ര? ഉത്തരം ഏകദേശം 3,84,400 കിലോമീറ്റർ. ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായി ചുവടുവെച്ച ആ ചരിത്ര നിമിഷം ലോകമെമ്പാടുമായി എത്ര കോടി ജനങ്ങൾ തത്സമയം ടെലിവിഷനിലൂടെ കണ്ടു എന്നാണ് കണക്കാക്കുന്നത്? ഏകദേശം 53 കോടി ജനങ്ങൾ. ഇതുവരെ ആകെ എത്ര മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്? ഉത്തരം 12 പേർ. ചന്ദ്രയാൻ ദൗത്യങ്ങൾക്ക് നേതൃത്വം നൽകി മൂൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രശസ്ത ISRO ശാസ്ത്രജ്ഞനാര്? ഉത്തരം ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരൈ. ചന്ദ്രനിലെ ഒരു ഗർത്തത്തിന് പേര് നൽകപ്പെട്ടിട്ടുള്ള പ്രമുഖ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായ്. ചന്ദ്രൻ്റെ മറുപുറത്ത് ഫാർ-സൈഡ് ആദ്യമായി ഒരു റോവർ വിജയകരമായി ഇറക്കി ചരിത്രം സൃഷ്ടിച്ച രാജ്യം? ഉത്തരം ചൈന. ചാങ് E4 ദൗത്യത്തിലൂടെ. പൂർണ്ണചന്ദ്രൻ്റെ തിളക്കം സൂര്യൻ്റെ തിളക്കവുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര മടങ്ങ് കുറവാണ്? ഉത്തരം ഏകദേശം 4 ലക്ഷം മടങ്ങ്. ഭൂമിയുടെ ഭാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചന്ദ്രൻ്റെ ഭാരം എത്രയാണ്? ഉത്തരം ഏകദേശം 1/81 മടങ്ങ്. ഭൂമിയിലെ ഒരു വ്യക്തിക്ക് 60 കിലോ തൂക്കമുണ്ടെങ്കിൽ ചന്ദ്രനിൽ അയാളുടെ തൂക്കം എത്രയായിരിക്കും? ഉത്തരം 10 കിലോ. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനും ചന്ദ്രനിൽ സ്ഥിരമായ മനുഷ്യ സാന്നിധ്യം ഉറപ്പിക്കാനും നാസ ലക്ഷ്യമിടുന്ന പുതിയ ചാന്ദ്രദൗത്യത്തിൻ്റെ പേര്? ഉത്തരം ആർടെമിസ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ആദ്യമായി പതിച്ച മനുഷ്യനിർമ്മിത പേടകം? ഉത്തരം ലൂണ 2. ചന്ദ്രയാൻ 2 ദൗത്യത്തിലെ ലാൻഡറിൻ്റെയും റോവറിൻ്റെയും പേരുകൾ ഏതെല്ലാമായിരുന്നു? ഉത്തരം ലാൻഡർ, വിക്രം, റോവർ, പ്രഗ്യാൻ. ഒരു കലണ്ടർ മാസത്തിൽ തന്നെ ഉണ്ടാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനെ വിളിക്കുന്ന പേര്? ഉത്തരം ബ്ലൂ മൂൺ. നീൽ ആംസ്ട്രോങ്ങും ബസ് ഓൾഡ്രിനും ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ ആ സമതല പ്രദേശത്തിന് നൽകിയ പേര്? ഉത്തരം പ്രശാന്തിയുടെ കടൽ. ചന്ദ്രനിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമായി പൊതുവെ കണക്കാക്കപ്പെടുന്നത്? ഉത്തരം മോൺസ് ഹൈജൻസ്. ഭൂമിയിലെ സമുദ്രജലത്തിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകാനുള്ള പ്രധാന കാരണം? ഉത്തരം ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ബലം. ചന്ദ്രൻ്റെ ഒരു ദിവസം ഭൂമിയിലെ എത്ര ദിവസങ്ങൾക്ക് തുല്യമാണ്?
ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.